ഹലോ വെൽക്കം ടു അമിത് ഫാം. 7th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം 16 തൊട്ടിട്ട് നമുക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരിക. 75% മാർക്കും നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നിങ്ങളിതൊക്കെ പഠിക്കുക. ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എക്സാമിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സബ്ജക്ട്സിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം 2 മണിക്കൂറാണ് എക്സാം വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. പലായനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവർ ജീവിക്കാം. ഇനി ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ by the Turks, many people, including the scholars, artists, and writers who had been concentrated there, fled to the neighboring regions. A large number of them ended up in Italian cities. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, when did the Turk conquer Constantinople? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏത്? 1453 കേട്ടോ. 1453 ആണ് ആ ഒരു ഇയർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രസൻറ്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഇസ്താംബൂൾ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? ഇത് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്നു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ സമ്പന്ന വ്യാപാരികൾക്ക് താല്പര്യമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ കൾച്ചർ, അവരുടെ എന്താ ചെയ്യുക, ആ ഒരു സംസ്കാരങ്ങൾ, ഇതൊക്കെ കൊണ്ട് അവരെന്തായിരുന്നു, സമ്പന്നരായിരുന്നു. ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ അത്രയും പൈതൃകം, അത്രയും ആ ഒരു ജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ അവർ പ്രിസേർവ് ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു. അതുമാത്രമല്ല ഇതോടെയൊക്കെ കൂടിയിട്ട് അവർ സമ്പന്നരായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിരവധി സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സംഘടന ഏത്? മെനി സോഷ്യൽ ഇവൽസ് ആൻഡ് പ്രാക്ടീസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. A number of reform movements emerged in the 19th century against these practices. Which organization was founded by Rajaram Mohan Roy to propagate his ideas? അപ്പോൾ അതേതായിരുന്നു? ബ്രഹ്മസമാജമായിരുന്നു കേട്ടോ. ബ്രഹ്മസമാജ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സാമൂഹിക അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ സ്വാമി വിവേകാനന്ദൻ, പണ്ഡിത രമാബായ് എന്നിവർ വഹിച്ച പങ്ക് വിശദീകരിക്കുക. Explain the role played by Swami Vivekananda and Pandita Ramabai to eradicate the social evils in India. Eradicate എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ തുടച്ചു നീക്കുക. ഓക്കെ, ആ അനാചാരങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാറ്റുക, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഫസ്റ്റ് നമുക്ക് പണ്ഡിത രമാബായ് എന്താണ് ചെയ്തതെന്ന് നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാസം എന്ന സംഘടന സ്ഥാപിച്ച രമാബായ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. പണ്ഡിത രമാബായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇൻഇക്വാളിറ്റി ഫേസ്ഡ് ബൈ വുമൺ. അസമത്വത്തിനാണെന്ന് വെച്ചാൽ സമത്വം, ഈക്വാളിറ്റി ഇല്ല, അതാണ് ഇൻഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. ഷീ വർക്ക്ഡ് ഫോർ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് വുമൺസ്. ഇനി സ്വാമി വിവേകാനന്ദ എന്താ ചെയ്തതെന്ന് നോക്കാം. സ്വാമി വിവേകാനന്ദ ഗേവ് എംഫേസ് ടു ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഹി ഫൗണ്ടഡ് രാമകൃഷ്ണ മിഷൻ ടു എസ്റ്റാബ്ലിഷ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ all over India. He played an important role in awakening the nationalist feeling and self-respect among Indians. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം
ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയനായും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അപ്പം നമ്മുടെ ദേശത്തിനോടുള്ള ഒരു സ്നേഹം, അതുപോലെ നമ്മുടെ ആത്മാഭിമാനം, ഇതൊക്കെ വളർത്താൻ ഏത് ഹെൽപ്പ് ചെയ്തു? നമ്മുടെ ഈ ഒരു മിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. രാമകൃഷ്ണ മിഷൻ, നാഷണലിസ്റ്റ് ഫീലിംഗ്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. The first independence movement of 1857 was the first mass struggle for the liberation of the country against the British East Indian Company rule. What was the name of Indian soldiers in the British Army? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അപ്പോൾ അവരെ വിളിച്ചിരുന്നത് ശിപ്പായികൾ അല്ലെങ്കിൽ സെപ്പോയ് എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൂ ലെഡ് ദ റിബല്യൻ ഇൻ ഝാൻസി? ആരാണ് ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ, റാണി ലക്ഷ്മിബായി. ആൻഡ് സി ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ 3 reasons for the failure of the first war of independence in 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള ഏതെങ്കിലും 3 കാരണം എഴുതുക. ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതാണ് ടെക്സ്റ്റിലെ പോർഷൻ കേട്ടോ. Though the revolt was widespread in North India, there was no coordination. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ചല്ല, പല സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ ഓരോ യുദ്ധങ്ങളായാലും ഇങ്ങനെ ഓരോ കലാപങ്ങളായാലും ഉണ്ടായിട്ടുള്ളത്. ഇനി ദ കമ്പനി ഹാഡ് ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് വായിച്ചതിൽ പറയാനുള്ളത്, നമുക്കറിയാം ഒരു കാര്യം നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുള്ളൂ. കുറച്ച് പേര് അവിടെ ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ട് വിജയിക്കില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ ഇനി പറഞ്ഞേ? കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? നല്ല സംഘടനയുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, നല്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ എന്താ സ്ട്രോങ് മിലിറ്ററി പവർ ഉണ്ടായിരുന്നു. ഇനി തേർഡ് വൺ. ഇറ്റ് ഫെയിൽ ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. കാരണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല, പല ആൾക്കാരും പേടിച്ച് പിൻപോട്ടാണ്. പക്ഷേ അവിടെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ എങ്ങനെയാണ് എല്ലാവരും നല്ല പവറിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ്. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വേർ അഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്ന സമരമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഇന്ത്യക്ക് തന്നെ എതിരായിട്ടാണ് നിന്നത്. ലാസ്റ്റ് വൺ. ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റഡ് സപ്പോർട്ടഡ് ദ കമ്പനി. പ്രിൻസ്ലി സ്റ്റേറ്റഡ് സപ്പോർട്ടഡ് ദ കമ്പനി എന്ന് പറയുമ്പോൾ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ നല്ല ക്യാഷുള്ള ആൾക്കാർ വരെ നമ്മുടെ ബ്രിട്ടീഷിൻ്റെ ഒപ്പം നിന്ന്, ഇന്ത്യയുടെ ഒപ്പം കുറച്ച് പേര് മാത്രമേ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് അത് പരാജയപ്പെട്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ റിനൈസൻസ് വിച്ച് ബിഗൻ ഇൻ ഇറ്റലി അറ്റ് ദ എൻഡ് ഓഫ് ദ 13th century brought about many changes in the field of literature, art, science and religion. Who is the father of Renaissance? എല്ലാ എക്സാമിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 1 word ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നവോത്ഥാനത്തിൻ്റെ പിതാവാര്? പെട്രാർക്കാണ് അതിൻ്റെ ആൻസർ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് 2 മേജർ പെയിൻറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ്. നവോത്ഥാന കാലത്തെ 2 പ്രധാന ചിത്രകാരന്മാരുടെ പേര് എഴുതുക. ചിത്രകാരന്മാരാരൊക്കെയായിരുന്നു? നമുക്കറിയാം ലിയനാർഡോ ഡാവിഞ്ചി, അതുപോലെ മൈക്കൽ ആഞ്ചലോ. ഇത് നമുക്ക് അറിയാവുന്ന തന്നെ കേട്ടോ, മൈക്കൽ ആഞ്ചലോ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. നവോത്ഥാനം എന്നാൽ എന്ത്? വാട്ട് ഈസ് റിനൈസൻസ്? മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും ഉണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. ഈ പുത്തൻ ഉണർവ് എന്ന് പറയുന്നത് ഒരു പുതിയ മാറ്റത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. എപ്പോൾ? മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായ ഒരു പുത്തൻ മാറ്റം, ഒരു പുത്തൻ ഉണർവ്, അതാണ് നവോത്ഥാനം. റിനൈസൻസ് ഇസ് എ ന്യൂ അവൈക്കനിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ്. എന്നുവെച്ചാൽ യൂറോപ്പിൽ എവിടെ നോക്കിയാലും കാണാമായിരുന്നു ആ ഒരു മാറ്റങ്ങൾ. ഓൾ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും എന്ന് ഉദ്ദേശിക്കുക. ന്യൂ അവൈക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഉണ്ടായ ഒരു പുത്തൻ ഉണർവ്. ഇറ്റ് ഈസ് നോൺ ആസ് റിനൈസൻസ്. And fifth question. The European countries completed for monopolizing trade with India. English East Indian Company gained power in Bengal. Who was defeated in the Battle of Plassey? ഇന്ത്യയിൽ വാണിജ്യാധിപത്യം നേടാൻ
വേണ്ടി വിവിധ രാജ്യങ്ങൾ മത്സരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വാണിജ്യാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ കച്ചവടമൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ ശ്രമിച്ചു. കാരണം എന്താ, അവിടെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ കുരുമുളകായിരുന്നു. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കൃഷികളും കിട്ടാൻ വേണ്ടി കുറേ യുദ്ധങ്ങൾ പല രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലായിരുന്നു ആദ്യമായി അധികാരം നേടിയത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ വന്നിട്ടാണ് ആദ്യം ആധിപത്യം നേടിയത്, അധികാരം നേടിയത്. പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ട ബംഗാൾ നവാബ് ആരായിരുന്നു? അത് സിറാജ് ഉദ് ദൗളയായിരുന്നു കേട്ടോ, സിറാജ് ഉദ് ദൗള. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ യൂറോപ്യൻ കൺട്രീസ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയായിരുന്നു? ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ആൻഡ് സി ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ. ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ദ അഗ്രികൾച്ചർ പ്രോസ്പെറിറ്റി, കാർഷിക സമൃദ്ധിയും, അതുപോലെ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റി, കച്ചവട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ, അതുകൊണ്ട് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവും ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു. രണ്ട് റീസൺ, അഗ്രികൾച്ചർ പ്രോസ്പെറിറ്റി ആൻഡ് കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കമ്പനി rule adversely affected all the workers engaged in traditional occupation. There were uprisings in different parts of our country against this. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളിലും പല തൊഴിലുകൾ, പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛന്മാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന ഓരോ തൊഴിലുകളുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെ വരെ തടസ്സപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ? കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ? പദസൂര്യൻ പൂർത്തിയാക്കുക. ഇപ്പോൾ കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ, എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഫാമേഴ്സ്, കൃഷിക്കാർ, കർഷകരാണ്. പിന്നെ ആരൊക്കെയാ? നെയ്ത്തുകാരുണ്ട്, വീവേഴ്സ്, കൈത്തൊഴിലുകാരുണ്ട്, ക്രാഫ്റ്റ്മാൻ, അതുപോലെ ഗോത്രവർഗ്ഗക്കാർ, ട്രൈബൽസ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what were the strategy adopted by the British East India Company to exploit maximum resources from the agriculture sector? എന്തെങ്കിലും രണ്ട് കാര്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? levied heavy taxes on farmers. No taxes concession were sanctioned even when drought and flood destroyed the agriculture. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവും നൽകിയിരുന്നില്ല. ഡ്രൗട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ വരൾച്ച. ഫ്ലഡ് പിന്നെ നമുക്കറിയാം വെള്ളപ്പൊക്കം. മിഡിൽ മെൻ സമീന്ദാർസ് were assigned to the duty of collecting taxes. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ, അതിനാണ് നമ്മൾ ജമീന്ദാർ, അല്ലെങ്കിൽ മലയാളത്തിൽ ജമീന്ദാർമാർ, നമ്മുടെ ഇംഗ്ലീഷിലെ സമീന്ദാർമാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവരെയാണ് ചുമതലപ്പെടുത്തിയത് നികുതി എടുക്കാൻ വേണ്ടിയിട്ട്. ഇമ്പോസ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആയിട്ട് തന്നെ ഇവരെന്ത് വേണം, ഈ ഒരു ടാക്സ് പേ ചെയ്യണം എന്നുള്ള കണ്ടീഷനും വെച്ചു. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്തിരുന്നു, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമായിരുന്നു. അതിന് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും പറ്റില്ല, ക്യാഷ് തന്നെ നികുതിയായിട്ട് കൊടുക്കണം. And last one, the farmers had to depend on sahos, the private money lenders, for loans at high rate of interest. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് ക്യാഷ് കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ ചെയ്ത്, സഹൂസ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. മണി ലെൻഡേഴ്സാണ്, കടം മേടിച്ചും പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് ഇവർ നികുതി അടച്ചു തുടങ്ങി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ആണ്. Through military force, wars, treaties and legislation, the English asserted their dominance over the princely state. Who introduced subsidiary alliance? സൈനിക ശക്തിയിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും ഇംഗ്ലീഷുകാർ നാട്ടുരാജ്യങ്ങളിന്മേൽ ആധിപത്യം ഉറപ്പിച്ചു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ലോർഡ് വെല്ലസ്ലി ആണ്. വെല്ലസി പ്രഭു എന്ന് നമ്മൾ പറയും. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി 2 princely സ്റ്റേറ്റ് ദാറ്റ് സൈൻ ദ ട്രീറ്റീസ് ഓഫ് സബ്സിഡറി അലയൻസ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ഏതെങ്കിലും 2 നാട്ടുരാജ്യങ്ങളുടെ പേരെഴുതുക.
ഹൈദരാബാദ്, തഞ്ചാവൂർ. ഇതാണ് 2 കേട്ടോ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ദത്തവകാശ നിരോധന നിയമം എന്നാൽ എന്ത്? അപ്പോൾ ശ്രദ്ധിക്കാൻ, ദത്തവകാശ നിരോധന നിയമമാണ്, അല്ലാണ്ട് ദത്തവകാശ നിയമമല്ല. ഓക്കെ, അത് നിരോധിക്കാനുള്ള നിയമം. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ദ പോളിസി ഓഫ് ഡോക്ടറൈൻ ഓഫ് ലാപ്സ്. അപ്പോൾ ഈ ഒരു നിരോധിക്കാനുള്ള നിയമം കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. ആസ് പെർ ദ പോളിസി, വെൻ ദ റൂളർ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിതൗട്ട് എ മെയിൽ ഹെയർ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. അനക്സ് എന്ന് പറഞ്ഞാൽ കീഴടക്കാം, ആ ഒരു സ്ഥലം അവർക്ക് എടുക്കാൻ പറ്റും. ഒരു ആൺമക്കളില്ല എങ്കിൽ, അല്ലെങ്കിൽ അനന്തരാവകാശികളില്ല എങ്കിൽ എന്ത് വേണം? പെൺകുട്ടിയാണ് ജനിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ പണ്ട് ദത്തവകാശ നിയമം ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് ആണുങ്ങളെ ദത്തെടുത്തിട്ട് അവരെ അതിൻ്റെ അവകാശിയേക്കാം. പക്ഷേ ഇത് നിരോധിച്ചുകൊണ്ടാണ് നമ്മുടെ ലോർഡ് ഡൽഹൌസി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജാക്കന്മാർക്ക് ഇത് വിട്ടുകൊടുക്കാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. 8th question. The Santals were the inhabitants of the Rajmahal Hills in the Bengal province. The Santal rebellion was the result of exploitation they faced from the company officials. Who were the leaders of the Santal rebellion? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? അതിൻ്റെ ആൻസർ സിദ്ധു, കാൻഹു. ഇതായിരുന്നു, ഈ 2 ആൾക്കാരായിരുന്നു സാന്താൾ കലാപത്തിന് എന്ത് ചെയ്തത്? ലീഡേഴ്സായിട്ട് നിന്നത്, അല്ലെങ്കിൽ നേതൃത്വം വഹിച്ചത്. അതിലെ ബി പാർട്ട്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റിബല്യൻസ് ഇൻ കേരള അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു സെക്ഷൻ തന്നെയുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാം. പിന്നെ കുറേയൊക്കെ നിങ്ങളും പഠിച്ച ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ഓൾ റൗണ്ട് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അവസാനത്തെ പാരഗ്രാഫാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മുടെ പഴശ്ശിരാജയുടെ, രണ്ടാമത്തെ ദളവയുടെ കാര്യമാണ് പറയുന്നത്. നൽകിയത് ദളവയായിരുന്നു, വേലുത്തമ്പിയായിരുന്നു. ദളവയായിരുന്നു ആരാ? വേലുത്തമ്പി ദളവ എന്നല്ല നമ്മൾ പറയാം. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്നു പാലിയത്തച്ചൻ, അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ ഒന്ന് കുണ്ടറ വിളംബരം, അതുപോലെ പഴശ്ശി സമരങ്ങൾ. അങ്ങനത്തെ 2 എണ്ണമാണ് ഇതിൽ നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിന് പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട് ഓഫ് കേരള. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശി രാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. This was the immediate cause for Pazhassi Raja's revolt. He led a guerrilla war against the British in the forest of Wayanad. The anti-British revolt in Travancore were led by Veluthambi Dalava. The constant intervention of the company in the home affairs of Travancore hindered the smooth administration of Dalava. This was the main reason for him to turn against the British. Paliyatachan, the minister of Kochi, extended his assistance to Dalava. In the famous Kundara proclamation of 1809, Dalava called upon the people to fight against the British. മലയാളം മീഡിയത്തിൻ്റെ കറക്റ്റായിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചതൊന്ന് കാണാം കേട്ടോ. Next question. Advances in science following the Renaissance led to the invention of new machine. Such changes in production were known as the Industrial Revolution. In which country did the Industrial Revolution begin? നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസ്ഥയെ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? ഇംഗ്ലണ്ടാണ് ആൻസർ കേട്ടോ. ഇനി രണ്ടാമത്തെ ആ ബോക്സ് ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഇതും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
Complete the table given below based on the inventions during the Industrial Revolution. വ്യവസായ വിപ്ലവ കാലത്ത് കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. ആദ്യത്തെ ഫ്ലൈയിങ് ഷട്ടിൽ അത് കണ്ടുപിടിച്ചത് ജോൺ കെ ആണ്. രണ്ടാമത്തത് ജെയിംസ് ഹാർഗ്രീവ്സ്. ആൾ എന്താണ് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നിയാണ് കണ്ടുപിടിച്ചത്. ആ ഒരു നെയ്ത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വീല്. ഇനി ആവി യന്ത്രം സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് വാട്ട് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ജോർജ് സ്റ്റെഫൻസൺ കണ്ടുപിടിച്ചത് എന്താണ്? ലോക്കോമോട്ടീവ് ആണ്, എൻജിൻസ് ആണ് കേട്ടോ അത്. 10th question. Foreigners who came to India for trade influenced our social, cultural and economic sectors. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളെ സ്വാധീനിച്ചു. In which year did Vasco da Gama and his companions reach India by sea from Portugal? പോർച്ചുഗലിൽ നിന്ന് സമുദ്രമാർഗം വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത് ഏത് വർഷമായിരുന്നു? 1498, 1498 കേട്ടോ. ആൻഡ് ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. പോർച്ചുഗീസ് ബന്ധം നമ്മുടെ രാജ്യത്ത് വിവിധ രംഗങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതുക. അപ്പോൾ അതിൽ പോയിന്റ്സ് നമ്മളിവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. They constructed St. Angelo Fort at Kannur and Kottapuram Fort in Thrissur district. The Portuguese were also known as Parangis. Agricultural crops like pineapple, guava, papaya, red chili, cashew, tobacco, etc. that are found in Kerala now were introduced by Portuguese. The widespread use of printing machine and the development of the art form Chautu Nadakam were some of the impact of Indo-Portuguese relationship. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമാണ്. അപ്പം അച്ചടി യന്ത്രം, അതുപോലെ ചവിട്ടുനാടകം, പിന്നെ കുറച്ച് എന്തു ചെയ്തു, കുറച്ച് പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇങ്ങനെയുള്ള കുറച്ച് വിളകൾ കൊണ്ടുവന്നു. ഇവർ പറയുന്ന പേര് പറങ്കികൾ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവർ തൃശ്ശൂരിലും അതുപോലെ തന്നെ കണ്ണൂരിലും 2 ഫോർട്ടുകൾ സ്ഥാപിച്ചിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇതിൻ്റെ ഒരു നെയിം നമുക്കറിയാം, ഫാദർ ഓഫ് റിനൈൻസൻസ് നമ്മൾ ഓൾറെഡി കണ്ടു, പെട്രാക്ട് എന്നുള്ളത്. ഇനി അതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ഒരു മാച്ച് ദ ഫോളോയിങ്ങും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ ആർട്ടിസ്റ്റ് ആരാണ്, ഈ ഒരു ചിത്രരചനയായാലും അതുപോലെ വേറെ എന്തെങ്കിലും പെയിൻറ്റിങ്സ് ആയാലും വരയായാലും അത് ചെയ്തിരിക്കുന്നത് ആരാണ്, എന്താണ് അവരുടെ വർക്ക്, അതെന്ത് ഫീൽഡാണ്, ചിലപ്പോൾ അത് ശില്പിയായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തരംതിരിച്ച് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വർക്കാണ് തന്നിരിക്കുന്നത്. ഗട്ടാമലേട്ട എന്ന് പറഞ്ഞ വർക്ക് വന്നിട്ടുണ്ട്. അത് ആരുടെയാണ്? ഡോണറ്റല്ലോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. അത് ഏത് ഫീൽഡാണ്? സ്കൾപ്ചറാണ്, ശില്പവിദ്യ ഫീൽഡാണ്. കല്ലുകൊണ്ടൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന ഫീൽഡ്. നെക്സ്റ്റ് റാഫേലിൻ്റെ വർക്ക് എന്താണ്? ദ സ്കൂൾ ഓഫ് ഏതൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ ഫീൽഡ് പെയിൻറ്റിങ്. മലയാളം മീഡിയത്തിൻ്റെ അതുപോലെ തന്നെയാണ് കലാകാരന്മാർ. ജോലിയല്ല, ഇത് ജസ്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അത് മാറിപ്പോയതാണ്. ജോലിയല്ല, അവരുടെ സാഹിത്യപരമായിട്ടുള്ള വർക്കുകളെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവരുടെ ഏത് മേഖലകളെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആൻസർ തന്നെയാണ്. ഫസ്റ്റ് ഗട്ടാമലേറ്റോ, അതിൻ്റെ കലാകാരൻ ഡൊണറ്റല്ലോ ആണ്. എന്താണ് ഈ ഗട്ടാമലേറ്റ എന്ന് പറയുന്നത്? എന്താണ്? ശില്പശാലയാണ്. ഇനി നെക്സ്റ്റ് റാഫേലാണ്. ദി സ്കൂൾ ഓഫ് ഏതൻസ് ആണ് ആളുടെ ഒരു പെയിൻറ്റിങ് വന്നിട്ടുള്ളത്. ചിത്രകല, ഏതൻസിലെ വിദ്യാലയം എന്ന് പറയും. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ക്ലാസ് 7 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇനി എക്സാം ആകുമ്പോഴേക്കും നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യും കേട്ടോ. സോ അതിൽ നിന്നാണ് നമുക്കൊരു 75% ഓഫ് മാർക്സും വരാറുള്ളത്. സോ അതൊക്കെ നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്